ജനൻ ഡിബേറ്റ് തുടരുന്നു. വീണ്ടും ചർച്ചയിലേക്ക് ഡോക്ടർ ഗഫൂർ ഇപ്പോൾ ചെന്നൈയിൽ ഇരുന്നു കൊണ്ടാണ് ഇത്തരം ചർച്ചകളിലൊക്കെ പങ്കെടുത്തു വരുന്നത്. പൊതുവെ ഈ തമിഴ്നാട്ടുകാരെ കുറിച്ച് കേരളീയർക്കൊരു പുച്ഛമാണ്. അവരത്ര വൃത്തിയും വെടിപ്പും ഒന്നും ഉള്ള ആൾക്കാരല്ല, നമ്മളെപ്പോലെ ഈ വലിയ പ്രബുദ്ധരായ ജനതയൊന്നുമല്ല എന്നൊക്കെയാണ്. പക്ഷേ നോക്കൂ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ മലയാളികൾ രാവിലെ കുളിക്കും, പുറത്തു പോയി വന്നാൽ കുളിക്കും, അങ്ങനെ ശുചിത്വബോധം കൂടുതലാണ് എന്നൊക്കെയാണല്ലോ ഒരു ധാരണ. ഇത്തരം ഈ കോവിഡ് പ്രതിരോധത്തിൻ്റെ കാര്യത്തിലും മാസ്ക് ധരിക്കാത്തവർ കുറവാണ്, സാനിറ്റൈസർ എപ്പോഴും എല്ലാവരും കയ്യിൽ കരുതുന്നു, അതൊക്കെയുണ്ട്. എന്നിട്ടും നമുക്കിത് തടയാനായില്ല. തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഇതിനെ പ്രതിരോധിക്കാൻ അനുവർത്തിച്ച ഒരു രീതി എന്തായിരുന്നു? എന്തുകൊണ്ടാണ്? ഇപ്പോൾ ഡോക്ടർ ഗഫൂർ തുടക്കത്തിൽ പറഞ്ഞു നമ്മുടെ ഒരു സ്ട്രാറ്റജി അതായിരുന്നില്ല എന്ന്. അപ്പോൾ ആദ്യഘട്ടം മുതൽക്ക് ആ പിഴവ് സംഭവിച്ചിട്ടുണ്ടോ, അതോ പിന്നീടുണ്ടായ ഒരു അലസത, മെല്ലെപ്പോക്ക്, അതിലൂടെ സംഭവിച്ച ഒരു ദുരന്തത്തെയാണോ നമ്മളിപ്പോൾ ഫേസ് ചെയ്യുന്നത്? സുബീഷ്, എനിക്ക് രണ്ട് കാര്യങ്ങൾ സംസാരിക്കാൻ സമയം വേണം. ഒന്ന്, തമിഴ്നാടും കേരളവും തമ്മിലുള്ള സ്ട്രാറ്റജിയിലെ വ്യത്യാസം, അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം എനിക്ക് കേരളത്തിന് ഇനി എന്ത് ചെയ്യാനാകുമെന്ന് സജസ്റ്റ് ചെയ്യാൻ എനിക്ക് കുറച്ച് സമയം തരണം. അതിനു മുമ്പ് ആദ്യം എന്താണ് കേരളത്തിന്റെ സ്ട്രാറ്റജിയും തമിഴ്നാടിന്റെ സ്ട്രാറ്റജിയും തമ്മിലുള്ള വ്യത്യാസം? തമിഴ്നാട് ഫോളോ ചെയ്തത് ഇന്ത്യയുടെ, നമ്മുടെ രാജ്യം റെക്കമെൻഡ് ചെയ്ത, യൂണിയൻ ഹെൽത്ത് മിനിസ്ട്രി റെക്കമെൻഡ് ചെയ്ത സ്ട്രാറ്റജിയാണ് തമിഴ്നാട് ഫോളോ ചെയ്തത്. കേരളം ഫോളോ ചെയ്ത സ്ട്രാറ്റജി ഇന്ത്യയുടെ റെക്കമെൻഡേഷനിൽ നിന്ന് കുറച്ച് വ്യതിയാനമുള്ള ഒരു സ്ട്രാറ്റജിയാണ് കേരളം ഫോളോ ചെയ്തത്. കേരളം അങ്ങനെ ഫോളോ ചെയ്യാനുള്ള ഒരു കാരണം, മിഞ്ഞാന്ന് ഞാൻ മാതൃഭൂമി ചാനലിൽ ഡിസ്കഷൻ വന്നു. അപ്പോൾ ആങ്കർ വേണു എനിക്ക് കുറച്ച് കാരണങ്ങൾ പറഞ്ഞു തന്നു. കേരളം, യെസ് ഡോക്ടർ ഗഫൂർ, കേരളം ഫോളോ ചെയ്ത സ്ട്രാറ്റജി വ്യത്യാസമുണ്ട്. കാരണം കേരളത്തിൻ്റെതായ വ്യത്യാസങ്ങളുണ്ട് മറ്റ് സംസ്ഥാനങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ. ആദ്യം, കേരളത്തിന്റെ പോപ്പുലേഷൻ ഡെൻസിറ്റി കൂടുതലാണ്. പിന്നെ സിറ്റികളും വില്ലേജുകളും തമ്മിലുള്ള വ്യത്യാസം കേരളത്തിൽ കുറവാണ്. മറ്റ് രോഗങ്ങൾ, ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ തുടങ്ങിയ രോഗങ്ങൾ കൂടുതലുള്ള ആളുകളാണ് കേരളത്തിൽ. മറ്റു പല വ്യത്യാസങ്ങളുമുണ്ട്. ഈ വ്യത്യാസങ്ങൾ കാരണം രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങൾ ഫോളോ ചെയ്യുന്ന സ്ട്രാറ്റജി കേരളത്തിന് ഫോളോ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണ് കേരളം ഒരു പ്രത്യേക സ്ട്രാറ്റജി ഫോളോ ചെയ്തത്. ഇതാണ് ഞാൻ കേട്ട കാരണങ്ങൾ. ഈ കാരണങ്ങൾ നമുക്ക് അനലൈസ് ചെയ്യാം. കാരണം കേരളം ഈ പാൻഡമിക്കിന്റെ ആദ്യഘട്ടം മുതൽ വളരെ സിൻസിയർ ആയിട്ട് വർക്ക് ചെയ്ത്, പ്രത്യേകിച്ചും ആദ്യഘട്ടത്തിൽ ഓരോ രോഗിയെയും തിരഞ്ഞു പിടിച്ച് അവരുടെ റൂട്ട് മാപ്പ് TV-യിൽ പ്രസിദ്ധീകരിച്ച് പോലീസ് അടക്കമുള്ളവർ അവരെ ട്രാക്ക് ചെയ്ത്, അവരെ കോണ്ടാക്ട്സിനെ ട്രാക്ക് ചെയ്ത്, അവരുടെയും കോണ്ടാക്ട്സിനെ ട്രാക്ക് ചെയ്തുള്ള ഒരു വളരെ നമ്മൾ എപ്പിഡെമിയോളജിക്കലി എക്സ്ട്രീം കണ്ടെയ്ൻമെന്റ് സ്ട്രാറ്റജി എന്ന് പറയും. ഞാൻ നിപ്പ സമയത്ത് കേരളത്തിൽ നിപ്പ കൺട്രോളിൽ ഞാൻ അന്ന് കോഴിക്കോട് വളരെ ക്ലോസ് ആയിട്ട് ഇൻവോൾവ് ആയിട്ടുള്ള ഒരാളാണ്. നിപ്പ സമയത്ത് ഞങ്ങൾ റെക്കമെൻഡ് ചെയ്ത ഒരു സ്ട്രാറ്റജിയാണ് എക്സ്ട്രീം കണ്ടെയ്ൻമെന്റ് സ്ട്രാറ്റജി. ഒരു രോഗിയെ പോലും വിടാതെ, ഒരു രോഗിയുടെ ഒരു കോണ്ടാക്റ്റിനെ പോലും വിടാതെ ട്രാക്ക് ചെയ്ത് അവരെ കണ്ടെയ്ൻ ചെയ്ത് കൺട്രോൾ ചെയ്യേണ്ട ഒരു അസുഖമാണ് നിപ്പ. അങ്ങനെയാണ് ഞങ്ങൾ അന്ന് ഞാൻ ഉണ്ടായിരുന്നു അന്ന സമയത്ത്. അതുകൊണ്ട് കേരളം ചെയ്ത എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. വളരെ എഫിഷ്യന്റ് ആയിട്ട് നിപ്പയെ കൺട്രോൾ ചെയ്തു. കാരണം ആ സ്ട്രാറ്റജി എക്സ്ട്രീം കണ്ടെയ്ൻമെന്റ് സ്ട്രാറ്റജിയാണ്. അതേസമയം അന്ന് ചെയ്തത് എല്ലാ രാഷ്ട്രീയക്കാരുടെയും സഹായമുണ്ടായിരുന്നു. നിപ്പ സമയത്ത് കോൺഗ്രസിന് സഹായമുണ്ടായിരുന്നു, BJP-യുടെ സഹായമുണ്ടായിരുന്നു, മുസ്ലിം ലീഗിന്റെ സഹായമുണ്ടായിരുന്നു, എല്ലാവരുടെയും സഹായമുണ്ടായിരുന്നു. ആ സഹായത്തിന് കാരണം ഗവൺമെന്റ് തന്നെ എല്ലാവരുടെയും സഹായം അഭ്യർത്ഥിച്ചു. ആ കാര്യത്തിൽ അന്ന് എല്ലാ രാഷ്ട്രീയ നേതാക്കളുമായും ഡിസ്കസ് ചെയ്ത ഒരാളാണ് ഞാൻ. അന്ന് ഞാൻ BJP നേതാക്കളുമായി ഡിസ്കസ് ചെയ്തിരുന്നു, കോൺഗ്രസ് നേതാക്കളുമായി ഡിസ്കസ് ചെയ്തിരുന്നു. ഈ രാഷ്ട്രീയം ഞാൻ ഇപ്പോൾ പറയാനുള്ള ഒരു കാരണം, പാൻഡമിക്, നിപ്പ, കോവിഡ് തുടങ്ങിയ പാൻഡമിക് ശാസ്ത്രീയ വിഷയമല്ല, സാമൂഹിക, രാഷ്ട്രീയ, സാമ്പത്തിക വിഷയമാണ് നിപ്പയും കോവിഡും. അങ്ങനത്തെ ഒരു സബ്ജക്ട് നാം ടാക്കിൾ ചെയ്യുമ്പോൾ എല്ലാ രാഷ്ട്രീയക്കായും സമൂഹത്തെ നമ്മുടെ കയ്യിലെടുക്കുന്നത് പോലെ എല്ലാ രാഷ്ട്രീയ നേതൃത്വത്തെയും ഒത്തൊരുമിച്ച് വൈറസിനെതിരെ നാം മുന്നോട്ടിറക്കണം. അതാണ് അന്ന് നിപ്പയിൽ ചെയ്തത്. നിപ്പയുടെ വിജയത്തിന് കാരണവും
കോവിഡിന് ഇപ്പോഴത്തെ ഈ ലെവലുള്ള നമ്മുടെ ട്രബിളിന് കാരണവും എല്ലാവരെയും ഒത്തൊരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ അതിന് ആരാണ് നേതൃത്വം നൽകേണ്ടത്? അന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഞങ്ങൾ പല പ്രാവശ്യം ഡിസ്കസ് ചെയ്യുന്നു, മൊബൈൽ ഫോണിലൂടെയും ഡയറക്റ്റ് ആയിട്ടും കോവിഡ് കൺട്രോൾ സമയത്ത് അദ്ദേഹത്തെ വളരെ പേഴ്സണലായിട്ട് അറിയാവുന്ന ഒരാളാണ്, ഞങ്ങൾ പരസ്പരം അറിയാവുന്ന ഒരാളാണ് ഞാൻ. ആ നിപ്പ സമയത്ത് വളരെയധികം ഞാൻ അന്ന് ഉണ്ടായിരുന്നു, ഡിസ്കസ് ചെയ്തിരുന്നു. അന്നത്തെ എന്റെ ഒരു നിർദ്ദേശം ഗവൺമെന്റിന് ശാസ്ത്രീയ നിർദ്ദേശമായിരുന്നില്ല, രാഷ്ട്രീയ നിർദ്ദേശമായിരുന്നു. ആദ്യത്തെ നിർദ്ദേശം പ്രതിപക്ഷത്തെ കയ്യിലെടുക്കണം, പ്രതിപക്ഷത്തെ കോൺഫിഡൻസിലെടുക്കണം, കേന്ദ്ര ഗവൺമെന്റിനെ കോൺഫിഡൻസ് എടുക്കണം, BJP-കാരെ കോൺഫിഡൻസ് എടുക്കണം. കാരണം കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയാണ് BJP, പ്രതിപക്ഷമാണ് കോൺഗ്രസ്. ഞാൻ തന്നെ അന്ന് ശ്രീ രമേശ് ചെന്നിത്തലയായിട്ടും ഡിസ്കസ് ചെയ്തു, ശ്രീ കുമ്മനം രാജശേഖരൻ ഡിസ്കസ് ചെയ്തു. എന്നെ അറിയുന്ന BJP-യിലെ ഡൽഹിയിലെ എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരെയും ഞാൻ അന്ന് കോൺടാക്ട് ചെയ്തിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു പാൻഡമിക് കൺട്രോളിൽ നാം വൈറസിനെതിരെ ഒന്നിച്ചു നിൽക്കണമെങ്കിൽ എല്ലാ രാഷ്ട്രീയക്കാരെയും ഒന്നിച്ചു നിർത്തണം. അതിന് മുൻകൈ എടുക്കേണ്ടത് ഗവൺമെന്റ് ആണ്. ആ ഒരു മുൻകൈ എടുക്കൽ ഈ കോവിഡിന്റെ കാര്യത്തിൽ ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു സത്യമുണ്ട്. അതിന്റെ രാഷ്ട്രീയ വശം. കോവിഡ് എന്ന് പറയുന്ന മഹാമാരിക്ക് സേവിങ് ലൈഫ്സ് കമ്പോണന്റ് ഉണ്ട്, സേവിങ് ലൈവ്ലിഹുഡ് കമ്പോണന്റ് ഉണ്ട്. നമ്മൾ മോർട്ടാലിറ്റി റേറ്റ് മാത്രം നോക്കിയാൽ പോരാ, അത് കോവിഡ് പാൻഡമിക് കൺട്രോളിന്റെ ഒരു 50% മാത്രമാണ്. ഞാൻ കോവിഡ് ചികിത്സിക്കുന്ന ഒരു ഇൻഫെക്ഷൻ സ്പെഷ്യലിസ്റ്റ് ആണ്. മരണത്തിന്റെ ഇമ്പോർട്ടൻസ് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ഞാനൊരു ഹെൽത്ത് പോളിസി മേക്കർ കൂടിയാണ്. ഞാൻ സാമ്പത്തിക ശാസ്ത്രജ്ഞരുമായി ഡിസ്കസ് ചെയ്യാറുണ്ട്, രാഷ്ട്രീയ നേതൃത്വവുമായി ഡിസ്കസ് ചെയ്യാറുണ്ട്. കാരണം പാൻഡമിക് കൺട്രോളിൽ സേവിങ് ലൈഫ്സ്, സേവിങ് ലൈവ്ലിഹുഡ് ആണ്. ഈ പാൻഡമിക് മൂലമുള്ള സാമ്പത്തിക ആഘാതം ഇന്ത്യയിൽ ഏറ്റവും ഉണ്ടാകാൻ പോകുന്ന സംസ്ഥാനം കേരളമാണ്. കാരണം കേരളം റെമിറ്റൻസ് ആൻഡ് കൺസ്യൂമറിസ് ബേസ്ഡ് എക്കോണമിയാണ്. പാൻഡമിക്കിന് മുമ്പേ അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് പോകുന്ന ഒരു എക്കോണമിയാണ് കേരളത്തിന്റെ എക്കോണമി. ഈ പാൻഡമിക് കാരണം ഏറ്റവും കൂടുതൽ സഫർ ചെയ്യുന്ന സംസ്ഥാനം കേരളമായിരിക്കും. മറ്റെല്ലാ സംസ്ഥാനം 2025 മുമ്പേ റിക്കവർ ചെയ്യും. കേരളം റിക്കവർ ചെയ്യാൻ മിനിമം 10 വർഷമെങ്കിലും എടുക്കും. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാം മരണനിരക്കിനെ കുറിച്ചാണ്, കേസിനെ കുറിച്ചാണ്. ഇതിന്റെ എല്ലാം നമ്മൾ ഇനിയും അടച്ചിടേണ്ടി വരുന്നതിന്റെ ആഘാതം, പ്രൊലോങ്ഡ് നമ്പർ ഓഫ് കേസസ്, ലാർജ് നമ്പർ ഓഫ് കേസസ്, പ്രൊലോങ്ഡ് വേവിന്റെ ആഘാതം നാം അറിയാൻ പോകുന്നത് 2-3 വർഷങ്ങൾ കഴിയുമ്പോഴുള്ള നമ്മുടെ കേരളത്തിന്റെ സാമ്പത്തിക തകർച്ച നാം കാണാൻ കഴിയും. അത് തമിഴ്നാടിനുണ്ടാവില്ല, മഹാരാഷ്ട്രയ്ക്ക് ഉണ്ടാവില്ല. കാരണം തമിഴ്നാടും മഹാരാഷ്ട്രയെല്ലാം ഇൻഡസ്ട്രി ബേസ്ഡ് എക്കോണമിയാണ്. കേരളത്തെ പോലെ കൺസ്യൂമറിസ് റെമിറ്റൻസ് ബേസ്ഡ് എക്കോണമി അല്ല. എല്ലാ ഗവൺമെന്റുകളുടെയും, ഇന്ത്യ ഗവൺമെന്റിന്റെയും കോവിഡ് മൂലമുള്ള എക്കോണമിക് റിവൈവൽ സ്ട്രാറ്റജി ഇൻഡസ്ട്രി ബേസ്ഡ്, പ്രൊഡക്ഷൻ ബേസ്ഡ് ഹെൽപ്പ് ചെയ്യാനാണ്. കാരണം എല്ലാ സംസ്ഥാനങ്ങളും അങ്ങനെയാണ്. കേരളം മാത്രമേ അങ്ങനെ അല്ലാത്തൊരു സംസ്ഥാനമുള്ളൂ. കേരളത്തിന്റെ ആ ഒരു പ്രത്യേക ഒരു എക്കണോമിക് സ്റ്റേറ്റ്, നമ്മുടെ അവസ്ഥ, നമ്മുടെ സാമ്പത്തിക അവസ്ഥ നമുക്കേ അറിയുള്ളൂ. ആ ഒരു അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ പാൻഡമിക്കിന്റെ പ്രാരംഭഘട്ടത്തിൽ പത്രമാധ്യമങ്ങളിലും എല്ലാം ഗവൺമെന്റിനെ എല്ലാം ഞാൻ വളരെ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഇങ്ങനെ നിപ്പ കൺട്രോൾ ചെയ്യാൻ പോലുള്ള ഒരു സ്ട്രാറ്റജി കോവിഡിൽ ഫോളോ ചെയ്താൽ നമ്മൾ ഭാവിയിൽ കോവിഡ് നമ്പറും കൂടും, നമ്മുടെ സാമ്പത്തിക അവസ്ഥ വളരെയധികം അപകടകരമായ അവസ്ഥയിലേക്ക് പോകും. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോയത് കൊണ്ടാണ് കേരളത്തിലെ വ്യാപാരി വ്യവസായ സമൂഹം ഒത്തൊരുമിച്ച് ഒറ്റക്കെട്ടായി നിന്ന് ഗവൺമെന്റിനോട് പറഞ്ഞു, ഇനി ഞങ്ങൾക്ക് അടച്ചിടാൻ കഴിയില്ല. കേരളത്തിന്റെ പരാജയം അവിടെയായിരുന്നു. കാരണം ഇത്രയും കാലം ഒത്തൊരുമയോടെ നിന്ന കേരള സമൂഹവും വ്യാപാരി സമൂഹവും ഗവൺമെന്റിന് എല്ലാ സപ്പോർട്ടും ചെയ്ത വ്യാപാരി വ്യവസായ സമൂഹം ഒരു ഘട്ടത്തിൽ പറയേണ്ടി വരുന്നു, ഞങ്ങൾക്ക് ഇനി കടയടച്ചിടാൻ കഴിയില്ല. ഈ പാൻഡമിക്കിന്റെ പ്രാരംഭഘട്ടത്തിൽ നമ്മളെല്ലാം പറഞ്ഞിരുന്നു, എക്കണോമിക് അല്ല വലുത്, നമ്മൾ ജീവനോടെ ഇരുന്നാലല്ലേ നമുക്ക് എക്കോണമിയെ നമുക്ക് നോക്കേണ്ട കാര്യമുള്ളൂ. ഇപ്പൊ ആളുകൾ അതല്ല പറയേണ്ടത്, കട തുറന്ന് കഞ്ഞി കുടിച്ചാലല്ലേ, നമുക്ക് ജീവനോടെ ഉണ്ടായാലല്ലേ നമുക്ക് കോവിഡ് പിടിച്ച് മരിക്കുമോ ജീവിക്കുമോ എന്ന് ആലോചിക്കേണ്ടി വരുന്നു. അന്ന് സേവിങ് ലൈഫ് ആയിരുന്നു, ഇന്ന് സേവിങ് ലൈഫും സേവിങ് ലൈവ്ലിഹുഡും ഒരേപോലെ നോക്കേണ്ട ഒരു കാര്യമുണ്ട്, പ്രത്യേകിച്ച് കേരളത്തിൽ. ഈ ഒരു പോയിന്റ് നമ്മൾ മുന്നോട്ട് വെച്ചിട്ടായിരിക്കും. അതെ ഡോക്ടർ ഗഫൂർ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അപ്പോൾ നിർഭാഗ്യവശാൽ കേരളം ആ വഴിയിലൂടെ പോയില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ സൊസൈറ്റി മുഴുവൻ ഗവൺമെന്റിന് എതിരാവുന്നത്. ഇനി ഈ ഘട്ടത്തിൽ ഇനി എന്താണ് ചെയ്യാനുള്ള മാർഗം? ആദ്യം നാം നമ്മുടെ കോവിഡ്
നമുക്കൊരു ഡയറക്ഷൻ ചേഞ്ച് വേണം. നമ്മുടെ മാർഗത്തിൽ ഒരു വളരെ വ്യത്യസ്തമായ ഒരു ചേഞ്ച് വേണം. അങ്ങനെ ഒരു ചേഞ്ച് വേണമെങ്കിൽ ആദ്യം വേണ്ടത് നമ്മുടെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ആണ്, മൈൻഡ് സെറ്റ് ആണ്. കോവിഡിനെതിരെയാണ് നാം പോരാടുന്നത്. മറ്റ് സംസ്ഥാനങ്ങളെ കമ്പയർ ചെയ്യുന്നത് തൽക്കാലം അവസാനിപ്പിക്കണം. നമ്മൾ നേരിടുന്നത് രാഷ്ട്രീയ നേതൃത്വത്തിന് വേണ്ടിയിട്ടല്ല, വിജയത്തിന് വേണ്ടിയിട്ടല്ല. നമ്മുടെ വിജയം കോവിഡ് എന്ന വൈറസിനെതിരെയാണ്. അതിനുവേണ്ടി നാം ഒറ്റക്കെട്ടായി നിന്ന് ആദ്യം ചെയ്യേണ്ടത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും മെമ്പേഴ്സ് ഉള്ള ഒരു കമ്മിറ്റി ഉണ്ടാക്കണം. ഇപ്പൊ ഒരു മെഡിക്കൽ അഡ്വൈസറി കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റി ആദ്യം വിപുലീകരിക്കണം. നമ്മുടെ എല്ലാ പാർട്ടികളുടെയും അനുഭാവികളായ മെഡിക്കൽ എക്സ്പെർട്ട് ഓർഗനൈസേഷൻസ് എല്ലാം കേരളത്തിലുണ്ട്. കേരളത്തിന് നോ ലാക്ക് ഓഫ് എക്സ്പെർട്ടൈസ്. ഇവരെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് കമ്മിറ്റി വിപുലീകരിക്കണം. ഈ കമ്മിറ്റിയിൽ മെഡിക്കൽ എക്സ്പെർട്ടുകൾ മാത്രം പോരാ, കേരളത്തിലെ എക്കണോമിസ്റ്റ് വേണം. കാരണം സേവിങ് ലൈഫ് വേണം, സേവിങ് ലൈവ്ലിഹുഡ് വേണം. മെഡിക്കൽ എക്സ്പെർട്ടുകൾ എപ്പോഴും മുന്നോട്ട് വെക്കുന്നത് കൂടുതൽ അടച്ചിടുക, കാരണം സേവിങ് ലൈഫാണ് ഡോക്ടർമാരുടെ ഉദ്ദേശം. അതേസമയം ഡോക്ടർമാരുടെ നിർദ്ദേശം മാത്രം നാം കേട്ടാൽ സേവിങ് ലൈവ്ലിഹുഡ് അപകടത്തിലാവും. ഒരേ കമ്മിറ്റിയിൽ നമുക്ക് മെഡിക്കൽ എക്സ്പെർട്ടുകൾ വേണം, എക്കണോമിസ്റ്റ് വേണം. എല്ലാ പാർട്ടി രാഷ്ട്രീയം നോക്കേണ്ട കാര്യമില്ല. ഏത് പാർട്ടിയുടെ അനുഭാവത്തിലുള്ള എക്സ്പെർട്ടുകളായാലും അവരെ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തുക. അതേസമയം എക്കണോമിസ്റ്റ് ഡോക്ടർ തോമസ് ഐസക് നമ്മുടെ മുൻ മന്ത്രിയായിരുന്നു, ഫേമസ് എക്കണോമിസ്റ്റ് ആണ്, കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തണം. അദ്ദേഹത്തെ പോലുള്ള ഇപ്പൊ BJPയുടെ അനുഭാവമുള്ള ആളുകളായിരിക്കാം, മുസ്ലിം ലീഗിന് അനുഭാവമുള്ള ആളുകളായിരിക്കാം, കോൺഗ്രസിന് അനുഭാവമുള്ള ആളുകളായിരിക്കാം. മെഡിക്കൽ എക്സ്പെർട്ടുകളെയും രാഷ്ട്രീയം ഏതായിക്കോട്ടെ അതുപോലെ എക്കണോമിസ്റ്റുകളെയും ഒരേ കമ്മിറ്റിയിൽ അവർ ഡിസ്കസ് ചെയ്യുമ്പോൾ ഒരേ ടേബിളിന്റെ രണ്ട് സൈഡിൽ ഇരുന്നു കൊണ്ടായിരിക്കണം മെഡിക്കൽ എക്സ്പെർട്ടുകളും എക്കണോമിസ്റ്റുകളും ഒരേ സമയം ഡിസ്കസ് ചെയ്യേണ്ടത്. ആ ഒരു റെക്കമെൻഡേഷൻസ് ഈ രണ്ട് കൂട്ടരും ഒന്നിച്ച് നൽകുന്ന കോമൺ റെക്കമെൻഡേഷൻസ് അവര് ബ്യൂറോക്രസിയുടെയും പൊളിറ്റിക്കൽ, പ്രത്യേകിച്ചും കേരളത്തിന്റെ ലീഡർ ഈ CM പിണറായി സഖാവാണ് നേതൃത്വം നൽകുന്നത്. അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് വെക്കുന്ന നിർദ്ദേശം ഈ എക്കണോമിസ്റ്റുകളും ഹെൽത്ത് പോളിസി എക്സ്പെർട്ടുകളും തമ്മിൽ നൽകുന്ന കോമൺ ഒപ്പീനിയൻ ആയിരിക്കണം. ആ നിർദ്ദേശമായിരിക്കണം മുഖ്യമന്ത്രി അംഗീകരിക്കേണ്ടത്. അത് മുഖ്യമന്ത്രി ബ്യൂറോക്രസിക്ക് നിർദ്ദേശം കൊടുക്കണം. ഈ റെക്കമെൻഡേഷൻ ആണ് നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്, അല്ലാതെ ബ്യൂറോക്രസി പറയുന്ന റെക്കമെൻഡേഷൻ അല്ല ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്. യെസ്, ഇതുവരേക്കും സംഭവിച്ചത് നിർഭാഗ്യവശാൽ അതായിരുന്നു. എന്നാൽ ഇനിയെങ്കിലും അങ്ങനെ ഒരു എക്സ്പെർട്ട് കമ്മിറ്റി കൂടെ ഉപദേശവും നിർദ്ദേശവും അനുസരിച്ചു കൊണ്ടുവേണം സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകേണ്ടത് എന്നാണ് ഡോക്ടർ ഗഫൂർ അടക്കമുള്ള ആരോഗ്യ വിദഗ്ധർക്ക് ഈ ചർച്ചയിലും പറയാനുള്ളത്. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. വീണ്ടും ചർച്ചയിലേക്ക്. അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദൻ, ഇക്കാര്യത്തിൽ ഡോക്ടർ ഗഫൂർ സൂചിപ്പിച്ചതുപോലെ എല്ലാവരെയും വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഒരു സ്ട്രാറ്റജി രൂപീകരിച്ച് മുന്നോട്ട് പോകേണ്ടതായിരുന്നു കേരളം. പക്ഷേ അത് ഉണ്ടായില്ല. ഇനിയെങ്കിലും അക്കാര്യത്തിൽ ഒരു അടിയന്തരമായ തിരുത്തൽ, പ്രത്യേകിച്ച് ഈ പിണറായി വിജയൻ സർക്കാരിൻ്റെ 2ാം ടേമിൽ ആണ് ഇങ്ങനെയൊരു അലസത. ഇപ്പോൾ ആദ്യം ഡോക്ടർ ഗഫൂർ പറഞ്ഞതുപോലെ ആദ്യമൊക്കെ ഈ റൂട്ട് മാപ്പും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് പ്രായോഗികമല്ല. നമുക്കറിയാം 30,000-ത്തിലധികം രോഗികളൊക്കെ വരുമ്പോൾ അതൊന്നും പ്രായോഗികമല്ല. അപ്പോൾ ഈ ഒരു പ്രത്യേക ഘട്ടത്തിൽ, ഈ ഒരു പാൻഡമിക് സിറ്റുവേഷനിൽ എന്ത് സ്ട്രാറ്റജിയാണ് ഇനി നമ്മൾ ഫോളോ ചെയ്യേണ്ടത് എന്ന കാര്യത്തിൽ ഒരു സ്ട്രാറ്റജി രൂപീകരിക്കുകയും അത് നടപ്പാക്കുകയും ചെയ്യേണ്ടതിൽ അങ്ങനെ ഒരു എക്സ്പെർട്ട് കമ്മിറ്റിയുടെ ഒപ്പീനിയൻ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഇനിയെങ്കിലും സർക്കാർ ശ്രമിക്കുമോ? ഡോക്ടർ പറഞ്ഞ ഒരു കാര്യം വളരെ ശരിയാണ്. കേരളം ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് ആണ്, നമുക്ക് എല്ലാവർക്കും പറയാം. സാമ്പത്തികമായിട്ട്, വ്യാവസായികമായാലും കാർഷികമായാലും മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. നമ്മുടെ പ്രധാന വരുമാന മാർഗം ഒരു ടൂറിസം ആയിരുന്നു മറ്റു മേഖലയിൽ പോകുന്നത്. അത് ഈ കോവിഡോടുകൂടി നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗമുണ്ട്. മറ്റു കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യാൻ നമ്മൾ ഏത് ഗവൺമെന്റ് എന്താണ് നിൽക്കുന്നത്. പിന്നെ ഈ കോവിഡുമായി ബന്ധപ്പെട്ട് നിരവധി തവണ കഴിഞ്ഞ ഗവൺമെന്റ്, അത് അത്രയും നാളെനിക്കറിയാം, ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചർ ഇരുന്നപ്പോഴും അവസാനമായിട്ട് KTDCയിൽ വെച്ച് 2001 ഫെബ്രുവരിയിലാണ് ഒരാൾ പാർട്ടി മീറ്റിംഗ് വിളിച്ചത്. അതിൽ രമേശ് ചെന്നിത്തലയും BJP പ്രതിനിധി എനിക്ക് തോന്നുന്നു ജോർജ് കുര്യനാണ് വന്നത്. അന്ന് രമേശ് ചെന്നിത്തല, അതിനകത്ത് ഈ മെഡിക്കൽ എക്സ്പെർട്ടും എല്ലാവരും ഉണ്ടായിരുന്നു, മെഡിക്കൽ ഡയറക്ടറും എല്ലാം പങ്കെടുത്തതാണ്. അപ്പൊ ആൾ പാർട്ടി മീറ്റിംഗ് അവിടെ രമേശ് ചെന്നിത്തല പറഞ്ഞത് കോവിഡിനൊപ്പം ജീവിക്കുക, ലോക്ക്ഡൌണുകൾ പാടില്ല. കാര്യം അവിടെയും പറഞ്ഞത് സാമ്പത്തികമായിട്ടുള്ള അരിഷ്ടാവസ്ഥയും അതുപോലെ തന്നെ വ്യാപാരി വ്യവസായികളും മറ്റു മേഖലയിൽ നിൽക്കുന്നവരും കലാരംഗത്ത് സാംസ്കാരിക രംഗത്ത് എല്ലാം നിൽക്കുന്നവർ നടന്ന സാമ്പത്തികമായ അധപതനം, അതിൽ നിന്ന് അതാണ് രമേശ് ചെന്നിത്തല മുന്നോട്ട്. അങ്ങനെ നിരവധി പ്രാവശ്യം
ആൾപാർട്ടി മീറ്റിങ്ങുകൾ വിളിക്കുകയും അതിനകത്ത് ഫിനാൻഷ്യൽ എക്സ്പെർട്ടിനെയും ആരോഗ്യ വിദഗ്ധരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ആ കമ്മിറ്റികളിലൊക്കെ ഞാൻ പങ്കെടുത്തിട്ടുള്ളതാണ്. പക്ഷേ അദ്ദേഹം പറഞ്ഞതുപോലെ ഈ അഡ്വൈസറി കമ്മിറ്റിയിൽ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയില്ല. അതിനകത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ആരോഗ്യമന്ത്രിയും പ്രധാനപ്പെട്ട മെഡിക്കൽ എക്സ്പെർട്ടുകളാണ് ഉള്ളത്. പക്ഷേ പ്ലാനിംഗ് ബോർഡിൽ നിന്നും പ്ലാനിംഗ് കമ്മീഷൻ നമുക്കറിയാം 10 പേരുടെ എക്സ് ഒഫീഷ്യോ അല്ല, അവരിൽ നിന്നെല്ലാം പിന്നെ അഡ്വൈസ് തേടുന്നുണ്ട്. ഇങ്ങനെ ചേർന്നുള്ള ഒരു അഡ്വൈസറി കമ്മിറ്റി നിലവിലില്ല. അത് മെഡിക്കൽ അഡ്വൈസറി കമ്മിറ്റിയാണ് ഉള്ളത്. അതിനകത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും എല്ലാവരും പങ്കെടുക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഇതിനകത്ത് പരിപൂർണമായിട്ട് നമുക്ക് ഇതിനകത്ത് വിജയം കൈവരിക്കണം എന്നുണ്ടെങ്കിൽ പരിപൂർണമായ ഒരു അവബോധം സൃഷ്ടിക്കുകയും ജനങ്ങൾ സ്വയം ഒരു ബോധവാന്മാരാകുകയും വേണം. പിന്നീട് സാമ്പത്തികമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, ഇവിടെ ടെസ്റ്റിന്റെ കാര്യങ്ങളെ കുറിച്ച് പ്രധാനമായിട്ട് സുരേഷ് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഒന്ന് അദ്ദേഹം പറഞ്ഞു ബ്രേക്ക് ത്രൂവിന്റെ കാര്യം. ഈ പരിപൂർണമായിട്ട് വാക്സിനേഷൻ എടുത്ത ഒരു ചെറിയ രാജ്യമുണ്ട് സീഷൽ, ഈസ്റ്റ് ആഫ്രിക്കയിൽ. 100% വാക്സിനേഷൻ അവർ ജൂൺ 30 എടുത്തു. പക്ഷെ നിരവധി പേർക്ക് അവിടെ രോഗം ബാധിക്കും. അപ്പൊ അവിടെ ഈ മെഡിസിന്റെ പോരായ്മ കൊണ്ടാണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ സിംഗപ്പൂര് ജൂലൈ 30 മുമ്പ് 95% പേർക്ക് വാക്സിനേഷൻ എടുത്ത രാജ്യമാണ്. ഇപ്പോഴും അവിടെ നിരവധി പേർക്ക് രോഗം റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ വാക്സിനേഷൻ 2 വാക്സിനേഷൻ ഇസ്രായേൽ 100% വിട്ട ഇസ്രായേൽ ഒക്കെ എടുത്തു. അത് കൊച്ചു രാജ്യമാണ്. 95 ലക്ഷം ജനങ്ങൾ എവിടെയുള്ളൂ. 1 കോടി താഴെയാണ് ജനം. അപ്പൊ ഇവിടെയൊക്കെ വീണ്ടും രോഗങ്ങൾ പരിപൂർണമായി ഇപ്പോഴും മാറിയിട്ടില്ല പരിപൂർണമായിട്ട്. അപ്പൊ അത് മെഡിസിൻ ഉപയോഗിച്ചതിലെ അശാസ്ത്രീയത കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ നമുക്കത് അംഗീകരിക്കാൻ പറ്റില്ല. കാര്യം ഇതെടുത്ത മറ്റ് സംസ്ഥാനങ്ങളിലും മറ്റു പലയിടത്തും വൈറസിന് വകഭേദം ഉണ്ടാവുകയും അത് പിടിക്കുന്ന ഡോക്ടർക്ക് പറയാം മറ്റു പലർക്കും ഈ രോഗം വരുന്നത് കേരളത്തിൽ മാത്രമല്ല മൊത്തത്തിലുള്ളതാണ്. പിന്നെ ഇതിനകത്ത് മതപരമായിട്ടും ജാതിയുമായിട്ടും ഒന്നും കാണേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ വരുന്ന മെഡിസിൻ അതാത് കാലാകാലങ്ങളിൽ എല്ലാ ജില്ലകളിലേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ മലപ്പുറം ജില്ലയിൽ മുസ്ലിങ്ങൾ കൂടുതൽ താമസിക്കുന്നുണ്ട്. മുസ്ലിങ്ങൾക്ക് കോവിഡ് വന്ന് മരിച്ചു പോകട്ടെ എന്ന് ഇടത് ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെയൊന്നും തീരുമാനിച്ചിട്ടില്ല. എന്താ ഇന്നലെ പറഞ്ഞാൽ എവിടെയാണ്? എറണാകുളത്താണ്. അവിടെ മുസ്ലിം ഭൂരിപക്ഷം ഒന്നുള്ള ജില്ലയല്ല. എറണാകുളത്താണ് ഇന്നലെ ഏറ്റവും കൂടുതൽ. ഞാൻ മതപരമായ വേർതിരിവുണ്ടെന്ന് പറഞ്ഞില്ല. ശാസ്ത്രീയമായിട്ട് കോവിഡ് വ്യാപനത്തിനെ കണ്ടെത്തുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടതിനെ കുറിച്ച് സൂചിപ്പിച്ചതാ. അല്ല, ആ ചർച്ചയൊന്ന് ശ്രദ്ധിച്ചു നോക്കും. അതിനകത്ത് ഡിവൈഎഫ്ഐക്കാർക്ക് മതപരമായത് ഡിവൈഎഫ്ഐക്കാർക്ക് കൊടുത്തതിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് പറയുന്നുണ്ട്, അത് ഇനിയും പറയും. അല്ല, ഈ മതപരം എന്നൊരു വാചകവും അതിൽ വന്നിട്ടുണ്ട്. അതിനുശേഷമാണ് മലപ്പുറത്തുകാർക്ക് മരുന്ന് കൊടുത്തത്. ഈ വാചകങ്ങളെല്ലാം അത് വ്യക്തമായിട്ട് ഞാൻ കുറിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതിനെ തീർച്ചയായിട്ടും ഇതിനകത്ത് രാഷ്ട്രീയപരമായ ഒരു വാഗ്വാദത്തിന് ഞാനില്ല. കാരണം നമ്മുടെ പ്രധാനമായ ലക്ഷ്യം ഡോക്ടർ പറഞ്ഞ പോലെ, ബഹുമാനപ്പെട്ട സുരേഷ് പറഞ്ഞ പോലെയും ഇതിനകത്ത് രാഷ്ട്രീയ പാർട്ടികൾക്ക് അതീതമായിട്ട് നമ്മൾ അല്ല, അതാണ് വേണ്ടത്. അഡ്വക്കേറ്റ് ബലദേവ്, നമ്മളിപ്പോൾ ഈ മുസ്ലിം വൈറസ്, ഹിന്ദു വൈറസ്, ക്രിസ്ത്യൻ വൈറസ്, അല്ലെങ്കിൽ CPM വൈറസ്, BJP വൈറസ്, അങ്ങനെയൊന്നുമില്ലല്ലോ. ഇത് നമ്മളൊക്കെ ഒരുമിച്ച് നേരിടേണ്ട ഒരു പ്രശ്നമാണ്. ആ രീതിയിൽ പോസിറ്റീവായിട്ട് തന്നെ കാണാം. ഇതൊരു സാമൂഹികമായ പ്രശ്നമാണ്. ഇത് കൂടുതൽ ആളിലേക്ക് പകരാതെ കൂടുതൽ ആൾക്കാർക്ക് മരണം ഉണ്ടാകാതെ, ഡോക്ടർ പറഞ്ഞ പോലെ നമ്മൾ ഏറ്റവും വലിയ സാമ്പത്തികം, ഒന്നാമത് തന്നെ നമ്മൾ കടമെടുത്ത് ഏത് ഗവൺമെന്റ് 1957 മുതൽ ഇതുവരെയുള്ള കടയുടെ 4 ലക്ഷം കോടി വന്നിരിക്കുക. നമ്മൾ ഒരു കടമൊക്കെ വളരെ, അത് ഏത് ഗവൺമെന്റ് ഭരിച്ചാലും അതിന്റെ പ്രധാന കാരണം നമുക്ക് വരുമാനം കുറവാണ്. നമ്മുടെ നമ്മുടെ ശമ്പളത്തിന്റെ ഏതാണ്ട് വരുമാനത്തിന്റെ 70% ശമ്പളം, പെൻഷൻ, പലിശ 71%. അപ്പൊ വരവും അത് 100 രൂപ വന്നാൽ 71 രൂപയും ശമ്പളവും പെൻഷൻ പലിശയും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വികസന പ്രവർത്തനങ്ങൾക്ക് പണം കടമെടുക്കേണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ ഗവൺമെന്റ് ഏത് ഗവൺമെന്റ് വന്നാലും കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമാണ്. അപ്പോൾ ഈ കോവിഡ് എന്ന് പറയുന്ന രോഗമായിട്ട് വന്നാൽ യാതൊരു തർക്കവുമില്ല, നമ്മൾ സാമ്പത്തികമായിട്ട് അങ്ങേയറ്റം പോകും. അപ്പൊ നമ്മൾ ഇതിനകത്ത് പിന്നെ RT-PCR ടെസ്റ്റുകാർ പറയും. ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ എടുക്കുന്നത് RT-PCR ടെസ്റ്റാണ്. ആന്റിജൻ വളരെ കുറച്ചു. എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളിലും എടുക്കുന്നത് RT-PCR ടെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ടെസ്റ്റ് എടുക്കുന്ന കാര്യം കേരളത്തിലെ ജനസംഖ്യ നമുക്കറിയാം, സുരേഷ്, നമുക്ക് 3.5 കോടിയാണ്. ശരാശരി 1.5 ലക്ഷം, 1 ലക്ഷത്തിന് മുകളിൽ നമ്മൾ ടെസ്റ്റ് നടത്തുന്നുണ്ട്. ആദ്യം പറഞ്ഞിരുന്ന പരാതി കേന്ദ്രം തന്നെ പറഞ്ഞു കേരളത്തിൽ ടെസ്റ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കണം. ഇപ്പോൾ ശരാശരി നമുക്കറിയാമല്ലോ, ഇന്ന് തന്നെ 1,60,000 ടെസ്റ്റ് നടത്തിയത്. ഇന്നലെ നടത്തിയ അത്രയും ടെസ്റ്റ്. അപ്പൊ കേരളത്തിലെ ജനസംഖ്യ വെച്ച് നോക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന ടെസ്റ്റുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. ആ ടെസ്റ്റുകൾ വളരെ കൂടുതൽ വരുന്നതുകൊണ്ടാണ് കൂടുതൽ പേർക്ക് രോഗം ഉള്ളത് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്നാ രോഗമില്ല അറിയാത്ത ഒരുപാട് പേര് വീണ്ടും പുറത്തു നിൽപ്പുണ്ട്. എല്ലാവരും അറിയുന്ന പറയുന്നില്ല. കാര്യം പിന്നീട് രോഗം 2-3 ദിവസം കഴിഞ്ഞാണ് രോഗം പകരും. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇപ്പൊ എന്റെ അനുഭവത്തിൽ എന്റെ നാട്ടിലെ കാര്യങ്ങൾ പരിശോധിച്ചപ്പോൾ ഓരോ കുടുംബങ്ങൾ ഇതിന്റെ ക്ലസ്റ്ററായിട്ട് മാറുകയാണ്. ഒരാൾക്ക് രോഗം വന്നാൽ ആ വീട്ടിലുള്ള, എന്റെ വീട്ടിൽ തന്നെ ഉണ്ട്, എന്റെ മരുമകന് രോഗം വന്നു, അവിടെ എല്ലാവർക്കും, അവിടെ അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും രോഗമാണ്. അപ്പൊ അത് അവരെല്ലാവരും വിദ്യാഭ്യാസമുള്ളവരാണ്. പക്ഷെ എന്നിട്ട് പോലും ഈ രോഗത്തെ അവരൊന്ന് പകരുകയാണ്. അപ്പൊ അത്
ആ കുടുംബപരമായിട്ടുള്ള ക്ലസ്റ്ററുകൾ, നേരത്തെ നമ്മൾ പറഞ്ഞിരുന്ന ക്ലസ്റ്റർ എന്ന് പറയുന്ന ഒരു വാർഡിൽ അല്ലെങ്കിൽ ഒരു വില്ലേജിൽ, ഇവിടെ തന്നെ കേരളത്തിൽ വിഴിഞ്ഞം ഭാഗത്ത് ആദ്യം രൂപപ്പെട്ടത് വിഴിഞ്ഞം ഭാഗത്ത് മത്സ്യത്തൊഴിലാളികളുടെ ക്ലസ്റ്റർ രൂപപ്പെട്ടു. ഇപ്പൊ അതൊക്കെ മാറി, മൊത്തത്തിൽ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിനകത്ത് പ്രത്യേകിച്ച് നമ്മൾ ആരെയും കുറ്റം. അപ്പോൾ അഡ്വക്കേറ്റ് ബലദേവ്, ഞങ്ങൾ പറഞ്ഞു വരുന്നത് അപ്പോൾ ഈ മാറ്റങ്ങൾക്കനുസരിച്ചുള്ള ഒരു സ്ട്രാറ്റജിയിലും ആ മാറ്റങ്ങൾ വേണ്ടതല്ലേ എന്നാണ്. ഇപ്പോഴും സർക്കാർ ഫോക്കസ് ചെയ്യുന്നത് ഇതിലല്ല എന്നുള്ളതാണ് നിർഭാഗ്യകരമായ വസ്തുത. ഇപ്പോൾ ഈ പെറ്റി ചലഞ്ച് എന്നൊക്കെ അഡ്വക്കേറ്റ് എസ് സുരേഷ് നേരത്തെ പറഞ്ഞത് അതുകൊണ്ടാണ്. വലിയ തിരക്ക് ഇപ്പോഴും പലയിടത്തുമുണ്ട്, പക്ഷേ അവിടെ ഈ ഡിസിപ്ലിൻ ഒന്നും നടപ്പാക്കുന്നത് നമ്മൾ കാണുന്നില്ല. പക്ഷേ ഈ പാവപ്പെട്ട ശംഖുമുഖത്തെയും വിഴിഞ്ഞത്തെയും ഒക്കെ സ്ത്രീകൾ കുറച്ച് മത്സ്യം കൊണ്ടുവന്ന് വിൽക്കുമ്പോൾ അവരെ തെരഞ്ഞു പിടിച്ച് ആക്രമിക്കുന്നു. ഇപ്പോൾ 2 ദിവസം മുമ്പ് ഞാൻ ഈ കൊട്ടാരക്കരയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ ചടയമംഗലത്ത് കണ്ട കാഴ്ചയാണ്. 4 സ്ത്രീകൾ നിശ്ചിത അകലമൊക്കെ പാലിച്ച് മീൻ വിൽക്കാനിരിക്കുന്നു. പക്ഷേ അവരെ വന്ന് പോലീസുകാർ അവിടെ നിന്നും പിടിച്ചു മാറ്റുകയാണ്. അങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ടാകുന്നു. അപ്പോൾ അതിലേക്കാണ് ഫോക്കസ് പോകുന്നത്, ഡിസിപ്ലിൻ നടപ്പാക്കുക എങ്ങനെയെങ്കിലും. പക്ഷെ അപ്പുറത്ത് വളരെ ലൂസായിട്ടുള്ളൊരു സിസ്റ്റം മറുവശത്ത് പലയിടത്തും ഉണ്ടാകുന്നു. അപ്പോൾ നമ്മൾ ഈ ക്ലസ്റ്ററുകൾ എങ്ങനെയാണ് അതിനെ ഡിഫെൻഡ് ചെയ്യേണ്ടത്, എങ്ങനെയാണത് വ്യാപിക്കുന്നത് തടയേണ്ടത്, അതിലേക്ക് സർക്കാരിൻ്റെ ശ്രദ്ധ പോകുന്നില്ല ഇപ്പോഴും. ഞാനൊന്ന് പറഞ്ഞോട്ടെ, പിന്നെ സുധീഷ് തന്നെ പറഞ്ഞു, സുരേഷും പറഞ്ഞു. അപ്പൊ അദ്ദേഹം വക്കീലാണ്, അദ്ദേഹത്തിന് അറിയാം. 100 കണക്കിന് പെറ്റി കേസുകൾ ഈ കോവിഡ് വരുന്നതിന് മുമ്പ് മജിസ്ട്രേറ്റ് കോടതികളിൽ പോകുന്നവർക്ക് അറിയാം. ഞാനൊക്കെ ഇവിടെ 2 മജിസ്ട്രേറ്റ് കോടതി പോകുന്നതാണ്. അത്രയും പെറ്റി കേസുകൾ ഇപ്പൊ വരുന്നില്ല. 100 കണക്കിന് പെറ്റി കേസുകൾ MB ആക്ട് ആയാലും അബ്കാരി ആക്ട് ആയാലും വന്നുകൊണ്ടിരുന്ന മജിസ്ട്രേറ്റ് കോടതികളിൽ അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ വേണം, ലക്ഷക്കണക്കിനാണ് ഓരോ ആഴ്ചയിൽ ഓരോ മജിസ്ട്രേറ്റ് കോടതിന് മുമ്പ് വന്നുകൊണ്ടിരുന്നത്. സുരേഷും മജിസ്ട്രേറ്റ് കോടതിയിൽ പോകുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനും അറിയാം. മുനിസിപ്പൽ കോടതി, ഇവിടെ മജിസ്ട്രേറ്റ് കോടതിയിൽ ഇഷ്ടംപോലെ പെറ്റി കേസ് വന്നുകൊണ്ടിരിക്കുക. പെറ്റി കേസുകൾ അങ്ങനെ. പിന്നെ ഇപ്പൊ പറഞ്ഞല്ലോ പോലീസ് ഇത്രയും ആക്ട് ചെയ്ത്, എന്നിട്ട് പോലും ഇത് കൂടുകയാണ്. ഇപ്പോൾ പോലീസ് ആക്ട് ചെയ്യാതെ കൂട്ടുന്നത്, ആകെ ആൾക്കാർക്ക് പേടിയുള്ളത് വക്കീലന്മാരെ ഒന്നും പേടിയൊന്നുമില്ല, മന്ത്രിമാരെ പേടിയില്ല. ആകെ അച്ചിരി ഭയമുള്ളത് ആകെ ഉള്ളത് പോലീസുകാരെയാണ്. അവരിത്രയും ആക്ട് ചെയ്തിട്ട് പോലും ഇത്രയും കൂടെ. പിന്നെ മാസ്ക് ഇടാതിരിക്കുന്ന പോലീസ് കേസെടുക്കുന്നു. ഇവിടെ നേരത്തെ ശരിയാണ്, നമ്മൾ ഭൂരിപക്ഷം പേരും മാസ്ക് ഇടുന്നു, പക്ഷെ പലരും മാസ്ക് ധരിക്കുന്നില്ല, സാമൂഹ്യ അകലം പാലിക്കുന്നില്ല. അതിനൊക്കെയാണ് പോലീസ് കേസ്. പോലീസ് ഒരിക്കലും വെറുതെ ഒരാളെ പിടിച്ച് പറ്റി കേസ് എടുക്കില്ല. ഒന്നുകിൽ മാസ്ക് ധരിക്കുന്നില്ല, അല്ലെ സാമൂഹ്യ അകലം പാലിക്കുന്നില്ല, അല്ലെ ബൈക്കിൽ 3 പേര് യാത്ര ചെയ്യുന്നു, കാറിൽ 4-5 പേര് യാത്ര ചെയ്യുന്നു, അതിനൊക്കെ കേസ് എടുക്കുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും പോലീസ് ഇത്രയും ആക്ട് ചെയ്തതിനേക്കാൾ പോലും ഈ കോവിഡ് സംഖ്യ ക്രമാതീതമായിട്ട് വളരുകയാണ്. അപ്പൊ നമ്മൾ അല്പം കൂടെ ഒന്ന് ലൂസ് ചെയ്ത് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് നമുക്ക് ഉദ്ദേശിക്കുന്ന രീതിയിൽ പിടിച്ചു നിർത്താൻ കഴിയില്ല. അപ്പൊ നിയമം കുറെ കൂടെ കർക്കശമായി പോലീസ് ശക്തമായിട്ട് നിന്നെങ്കിൽ മാത്രമേ അല്പമെങ്കിലും ഇത് പിടിച്ചു നിർത്താൻ കഴിയും. അല്ലാതെ ഇതിനകത്ത് രാഷ്ട്രീയ വശങ്ങളൊന്നും കണ്ട നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ഈ കോവിഡിനെ എങ്ങനെ പിടിച്ചു നിർത്താം. ഞാൻ സമയക്കുറവുള്ളത് കൊണ്ട് സുരേഷിലേക്ക് കൂടി പോവുകയാണ്. അഡ്വക്കേറ്റ് സുരേഷ് ഇടപെടാം. ശ്രീ ബൽദേവ് വളരെ വിദഗ്ധമായിട്ട് അതേ സമയത്ത് കോവിഡിനെ എങ്ങനെ പ്രതിരോധിക്കണം എന്നുള്ള മാനസിക സാഹചര്യത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞതിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇത്തരത്തിലുള്ള ഒരു ബോധ്യവും കേരളത്തിലെ മുഖ്യമന്ത്രിക്കും ആരോഗ്യവകുപ്പ് മന്ത്രിക്കും ഇവിടെ കോവിഡ് പ്രതിരോധത്തിന് നേതൃത്വം നൽകുന്ന സർക്കാരിൻ്റെ ആൾക്കാർക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ ഇത്രയും വലിയ ഒരു ദുരന്തത്തിലേക്ക് കേരളം പോകില്ലായിരുന്നു എന്നുള്ള ഒരു അഭിപ്രായമുള്ള ആളാണ് ഞാൻ. നമ്മളിപ്പോൾ കേരളത്തിൽ ഇത്തരത്തിലുള്ള കോവിഡിൻ്റെ സാഹചര്യം പറയുന്നത് ഇത് കേവലം ഒരു രാഷ്ട്രീയ വിമർശനത്തിന് വേണ്ടിയല്ല. ഇത് CPM-നെ വിമർശിച്ചിട്ട് ഈ അടുത്ത ദിവസങ്ങളിൽ ഇലക്ഷനൊന്നും നടക്കാൻ പോകുന്നില്ല. ശ്രീ പിണറായി വിജയനെ താഴെ ഇറക്കിയിട്ട് മറ്റൊരാളിനെ കയറ്റാനും BJPക്കോ ഒന്നും ഉദ്ദേശവുമില്ല. പക്ഷേ ഇതൊരു വിഷയമെന്ന് പറയുന്നത് ശ്രീ ബൽദേവും അതോടൊപ്പം തന്നെ ശ്രീ ഗഫൂറും അതോടൊപ്പം തന്നെ ഞാനും സുബീഷും ഉൾപ്പെടുന്ന നമ്മൾക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ സുഹൃത്തുക്കൾക്കും ഒക്കെ നോക്കി നിൽക്കെ കോവിഡ് ബാധിതരാകുന്നു. നമുക്കറിയാവുന്ന നിരവധി പേർ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. പലരും അതിൻ്റെ ഉത്കണ്ഠാകുലമായ പോസ്റ്റ് കോവിഡുമായിട്ട് ബന്ധപ്പെട്ട അതീവ ഗുരുതരമായ ആരോഗ്യ പ്രതിസന്ധിയിലാണ്. ഇതൊക്കെ നമ്മൾ ദൈനംദിനം കണ്ടുകൊണ്ടിരിക്കുകയാണ് പൊതുജീവിതത്തിൽ. അപ്പോൾ ഇത്തരത്തിലുള്ള വളരെ വിഷമകരമായിട്ടുള്ള ദുഃഖകരമായിട്ടുള്ള സാഹചര്യത്തിൽ സർക്കാരിന് എന്തുകൊണ്ട് ആ ദുഃഖം തോന്നുന്നില്ല? സർക്കാർ എന്തുകൊണ്ട് ഇത് മനസ്സിലാക്കുന്നില്ല? സർക്കാർ ഈ സമയത്തും മാപ്പിള കലാപത്തിൻ്റെ വർഗീയ കലാപത്തിൻ്റെ 100ാം വാർഷികം ആഘോഷിക്കാനും പെറ്റി ചലഞ്ച് പാവപ്പെട്ടവനെ വഴിയിലിട്ട് അടിക്കാനും അവന് പെറ്റിയടിച്ചു കൊടുക്കാനും വ്യഗ്രത കാണിക്കുമ്പോൾ ഇത് വേണ്ട രീതിയിൽ ചർച്ച ചെയ്ത് ഈ പ്രശ്നം പരിഹരിക്കാൻ എന്തുകൊണ്ട് സർക്കാരിന് താല്പര്യമില്ല എന്നുള്ള ദുഃഖത്തിൽ നിന്നാണ് ഈ വിമർശനം ഉയർന്നു വരുന്നത്. നമ്മളിന്ന് നിൽക്കുന്നത് മനസ്സിലാക്കണം. ഇന്ത്യയിലെ 41 ജില്ലകൾ
കോവിഡ് 10% TPR മുകളിലുള്ള 41 ജില്ലകൾ. ആ 41 ജില്ലകളിൽ 14 ജില്ലകളും കേരളത്തിൽ നിന്നുള്ളതാണ്. ഇന്ത്യയിലെ 41 ജില്ലകളിൽ ഇന്ത്യയിലെ 60% രോഗികൾ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നിന്നാണ്. അതാണ് നമ്മൾ നിൽക്കുന്ന ദുരന്തത്തിൻ്റെ തീവ്രത അതാണ്. മാത്രമല്ല ഇന്നത്തെ കണക്ക് നോക്കൂ, ഇന്ന് 30,007 പേർക്കാണ് കോവിഡ്. അതിൽ റിക്കവറി റേറ്റ് 18,997 അതായത് 60% മാത്രമേ റിക്കവറി റേറ്റ് ഉള്ളൂ. ഇന്ത്യയിൽ 98% റിക്കവറി റേറ്റ്. രാജ്യത്ത് ദേശീയ തലത്തിൽ 98% റിക്കവറി റേറ്റും ചിലപ്പോൾ 100% മുകളിൽ പോയ സാഹചര്യമുണ്ട്. ഇവിടെ കേരളത്തിൽ 60% റിക്കവറി റേറ്റ്. വളരെ അപകടകരമായിട്ടുള്ള സാഹചര്യമാണ് ദീർഘകാലാടിസ്ഥാനത്തിൽ പോലും. ഡെത്ത് 162 പേരാണിന്ന്. ഇന്നത്തേത് 18% TPR റേറ്റ്. ഇതൊക്കെ ഇന്ന് അതേ സമയത്ത് നമ്മൾ ഇത്രയും കാലം ഞങ്ങളെയൊക്കെ ബൽദേവിനെ പോലെയുള്ളവർ ക്രൂശിച്ചിരുന്നത് ഉത്തർപ്രദേശ് കണ്ടില്ലേ എന്നാണ്. ഉത്തർപ്രദേശിൽ ഇന്ന് ഒരൊറ്റയാൾ മരിച്ചിട്ടില്ല ഇന്ന് പുറത്തു വന്നിരിക്കുന്ന കണക്ക് പ്രകാരം. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ എന്തുകൊണ്ടുണ്ടായി ഞാൻ ചോദിക്കുന്നു ശ്രീ ബൽദേവ്. ഇവിടെ ഒരു RRT സംവിധാനം കൊട്ടിഘോഷിച്ച് എല്ലാ യുവാക്കളും വന്ന് ചേരൂ എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി തന്നെ ആഹ്വാനം ചെയ്ത ഒരു RRT സംവിധാനം പഞ്ചായത്തുകളിലുണ്ട്. അതിപ്പോൾ പ്രവർത്തനത്തിലുണ്ടോ? അങ്ങ് പറയണം. അങ്ങ് ഇടതുപക്ഷ പ്രതിനിധിയായി ഇരിക്കുമ്പോൾ ഞാൻ ചോദിക്കുക, എന്തുകൊണ്ട് കേരളം ഇത്രയും വലിയ വീഴ്ചയിലേക്ക് പോയി എന്നുള്ളതിൻ്റെ ഒരു ചോദ്യം. RRT എവിടെ പോയി? കൊട്ടിഘോഷിച്ച് PR വർക്ക് ചെയ്ത് യുവാക്കളെ മുഴുവൻ രംഗത്തിറക്കി കൊണ്ടുവന്നു, അത് പോയി. അത് കഴിഞ്ഞ് വേറെ CFLTC എവിടെ പോയി? അതെവിടെ പോയി? ഇന്നും എൻ്റെ പഞ്ചായത്ത് BJP ഭരിക്കുന്ന പഞ്ചായത്താണ്. ആ പഞ്ചായത്തിന് CFLTC തുടങ്ങിയതിൻ്റെ പേരിൽ 92 ലക്ഷം രൂപ സംസ്ഥാന സർക്കാർ കൊടുക്കാനുണ്ട് കല്ലിയൂർ ഗ്രാമപഞ്ചായത്തിന് മാത്രം. കഴിഞ്ഞ ദിവസം ഞാൻ അന്വേഷിച്ചപ്പോൾ ഇപ്പോൾ CFLTC തുടങ്ങിയ പഞ്ചായത്തുകൾക്ക് പണം കൊടുത്തിട്ടുമില്ല, പുതിയ CFLTC തുടങ്ങിയിട്ടുമില്ല. അത് എന്നിട്ട് പറയുന്നു മുഴുവൻ കണ്ടെയ്ൻമെൻറ്റ് ഏരിയ ആക്കേണ്ടത് വീടുകളാണ്. വീടുകളിൽ കണ്ടെയ്ൻമെൻറ്റ് ഹോമുകളാണ് പ്രശ്നം, വീടുകളാണ് പ്രശ്നം. അവിടാണ് കൊറോണ കണ്ടെയ്ൻമെൻറ്റ് ഏരിയകളാക്കേണ്ടത്. അതിന് കാരണം എന്താ? നിങ്ങൾ CFLTCകൾ നടപ്പാക്കുന്നില്ല, DCCകൾ അവതാളത്തിലായിരിക്കുന്നു. അതോടൊപ്പം തന്നെ ട്രേസിംഗ് ഇല്ല, ട്രാക്കിംഗ് ഇല്ല, ഒന്നുമില്ല. എനിക്കറിയാം 4 കോവിഡ് രോഗികളുണ്ടായിരുന്നൊരു വീട്. ആ വീട്ടിൽ 4 പേർക്കും കോവിഡ് ആണ് എന്ന് സർക്കാരിനറിയാം. പക്ഷേ അതിനെ സംബന്ധിച്ച് നേരത്തെ ശ്രീ സുവീഷ് സൂചിപ്പിച്ചതുപോലെ അതിൻ്റെ കോണ്ടാക്റ്റ് ട്രേസ് ചെയ്യാൻ വേണ്ടി ആരും ഇതുവരെ ശ്രമിച്ചിട്ടില്ല. എനിക്കറിയാം. പ്രവർത്തനങ്ങളും മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളതാണ് വളരെ സങ്കടകരമായ അവസ്ഥ. എന്തായാലും ഈ ചർച്ച അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു ഇടവേള കൂടി അനിവാര്യമാണ്. അതിലേക്ക് പോവുകയാണ്. ഞാൻ പെട്ടെന്ന് ഡോക്ടർ ഗഫൂറിലേക്ക് തിരിച്ചെത്താം. ജനം ഡിബേറ്റിൽ ചർച്ച അവസാനത്തെ 4 മിനിറ്റിലേക്ക് പോവുകയാണ്. ഡോക്ടർ ഗഫൂർ, ഇത്രയും നമ്മൾ ഈ വിഷയം വിശദമായി ചർച്ച ചെയ്തു. ഇപ്പോൾ ഇന്നലെയും ഇന്നുമൊക്കെ 30,000-ലധികമാണ് രോഗികളുടെ എണ്ണം. കേരളത്തിൽ ഒരാൾ പോലും രോഗി അല്ലാത്ത ഒരു ദിവസം എന്നത് ഇപ്പോൾ ഏതാണ്ട് ഒരു വന്യമായ സ്വപ്നമായി മാറിയിരിക്കുകയാണ്. ഇതാദ്യം നേർപകുതിയാക്കി കുറയ്ക്കണം, പിന്നീട് ആനുപാതികമായി ഈ എണ്ണത്തിൽ കുറവ് വരുത്തിക്കൊണ്ടേയിരിക്കണം. അതിനുള്ള സ്ട്രാറ്റജി എന്താണ്? ഇനി ഏത് രീതിയിലാണ് നാം ഈ പിഴവുകൾ തിരുത്തി മുന്നോട്ട് പോകേണ്ടത്? ഒരു വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. അത് ആൻസർ ചെയ്യുന്നതിന് മുമ്പ് 1/2 മിനിറ്റ് എടുത്തൊരു കാര്യം എനിക്ക് പറയാനുണ്ട്. അഡ്വക്കേറ്റ് ബലദേവ് പറഞ്ഞ കാര്യം, ഓൾ പാർട്ടി മീറ്റിംഗിൽ ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞത് ലോക്ക്ഡൌൺ വേണ്ട എന്നല്ല, ഹേർഡ് ഇമ്മ്യൂണിറ്റി സ്ട്രാറ്റജി വേണമെന്നല്ല. അദ്ദേഹം കാരണം ആ മീറ്റിംഗിന്റെ മുമ്പത്തെ ദിവസം ശ്രീ രമേശ് ചെന്നിത്തല എന്നെ ഫോണിൽ കോൺടാക്ട് ചെയ്യുകയുണ്ടായി. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞതും അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞതും എക്സ്ട്രീം കണ്ടെയ്ൻമെന്റ് സ്ട്രാറ്റജിക്ക് പകരം കണ്ടെയ്ൻമെന്റ് മിറ്റിഗേഷൻ സ്ട്രാറ്റജി ഫോളോ ചെയ്യണമെന്നാണ്. അല്ലാതെ ഹേർഡ് ഇമ്മ്യൂണിറ്റി സ്ട്രാറ്റജി ഫോളോ ചെയ്യണമെന്ന് ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന്റെ സജഷൻ കാരണം അദ്ദേഹത്തെ നിയമസഭയിലും രാഷ്ട്രീയമായിട്ടും എന്റെ സുഹൃത്തുക്കളായ ഇടതുപക്ഷത്തിന്റെ ആളുകൾ അദ്ദേഹത്തെ തേജോവധം ചെയ്യുന്നത് എനിക്ക് മാധ്യമത്തിൽ സാക്ഷിയാകേണ്ടി വന്നിട്ടുണ്ട്. എന്റെ ഇടതുപക്ഷ കോവിഡിനൊപ്പം ജീവിക്കുക, യെസ്, അദ്ദേഹം പറഞ്ഞ കോവിഡിനൊപ്പം ജീവിക്കുക വേണ്ട എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. കോവിഡിനൊപ്പം ജീവിക്കുക ഇല്ല.
അഡ്വക്കേറ്റ് ബൽദേവ്, ഞാൻ ഇദ്ദേഹം പറയട്ടെ. പങ്കെടുത്തിട്ടില്ല, ഞാൻ പങ്കെടുത്തില്ല. ഓക്കെ, കോവിഡിനൊപ്പം അത് ആദ്യം പറഞ്ഞ വാചകം കോവിഡിനൊപ്പം ജീവിക്കുക. അദ്ദേഹത്തിന്റെ പൊതുവായ അദ്ദേഹം 10 പരസ്യ പോയിന്റിൽ പ്രസ്താവന പറഞ്ഞത് പറഞ്ഞു. അതിനുശേഷം അദ്ദേഹം ലോക്ക്ഡൌൺ കോവിഡിനൊപ്പം ജീവിക്കുക അതെ, എന്നാണ് അത് പറഞ്ഞത്. ശരിയാണ്. കോവിഡിനൊപ്പം ജീവിക്കുക എന്ന് പറഞ്ഞാൽ സേവിംഗ് എന്താണ് അദ്ദേഹം ലൈഫ്. പറഞ്ഞത്? അതെ, സേവിംഗ് ലൈഫ്. ഇനി ലോക്ക്ഡൌൺ വേണ്ട, കടകൾ അടച്ചിടരുത്, എല്ലാ പാർട്ടിയും പറഞ്ഞു. ഒരു പാർട്ടി ശരി ശരി, ഒരു പരാമർശത്തിൽ കടിച്ചു തൂങ്ങേണ്ടതില്ല. പറയൂ ഡോക്ടർ, പറയൂ. ആ ഓക്കെ, അല്ല, എല്ലാ പാർട്ടിയും പറഞ്ഞു. ഒരു പാർട്ടിയല്ല, എല്ലാ പാർട്ടിക്കാരും പറഞ്ഞു കടകൾ അടയ്ക്കരുത്. അതിപ്പോഴത്തെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. പാൻഡമിക്കിന്റെ പ്രാരംഭ 2021 ജനുവരിയിൽ കൂടി യെസ് യെസ് ഡോക്ടർ പ്ലീസ് കൺക്ലൂഡ് ചെയ്യൂ പെട്ടെന്ന്. ഫൈൻ, ഞാൻ പറഞ്ഞത് 2020 പ്രാരംഭഘട്ടത്തിലാണ്. അത് ഞാൻ 21 അതല്ലേ, അപ്പൊ ഞാൻ 2021 ജനുവരിയിലെ കാര്യം. ഓക്കെ, അത് നമുക്ക് പേഴ്സണലായി ഡിസ്കസ് ചെയ്യാം. ശരി ശരി, നോക്കാം. ചെയ്യേണ്ടത് കമ്മിറ്റി എക്സ്പാൻഡ് ചെയ്യുക, മെഡിക്കൽ കമ്മിറ്റിയും എക്കണോമിക്സുമുള്ള കമ്മിറ്റി ആയിട്ട് എക്സ്പാൻഡ് ചെയ്യുക, അത് ഗവൺമെന്റ് ഫോളോ ചെയ്യുക. ടെസ്റ്റിംഗ് നമ്പർ കൂട്ടുക. ഇൻഡിവിജ്വൽ കോൺടാക്ട് ട്രേസിംഗിന് പകരം നമ്മൾ ക്ലസ്റ്റേഴ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് ആ ക്ലസ്റ്റേഴ്സിന്റെ എല്ലാ കോൺടാക്ട്സിനെയും ഫോളോ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി നമ്മൾ ഫോളോ ചെയ്യണം. എല്ലാവരെയും ഉൾപ്പെടുത്തണം. അതിലുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എല്ലാ രാഷ്ട്രീയക്കാരെയും ഒരു ഫോർമാലിറ്റിക്ക് മീറ്റിംഗ് ഉണ്ടായ പോലെ എല്ലാവരെയും കമ്മിറ്റിയിൽ എടുത്ത് കോമൺ തീരുമാനം, അത് പിന്നെ വിമർശിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ടാകരുത്. അതിനു പകരം എല്ലാവരെയും കമ്മിറ്റിയിൽ എടുത്ത് എല്ലാവർക്കും ഒന്നിച്ചുള്ള തീരുമാനമെടുത്ത് കേരളം ഒന്നിച്ച് മുന്നോട്ട് പോകണം. യെസ്, അതാണ് ഈ ഘട്ടത്തിൽ വേണ്ടത്. വരുത്തിയ പിഴവുകൾ തിരുത്താൻ അവസരം നൽകണം. എല്ലാ ജനവിഭാഗങ്ങളെയും എല്ലാ രാഷ്ട്രീയ നേതൃത്വങ്ങളെയും വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകണം സംസ്ഥാന സർക്കാർ. അതിലൂടെ വേണം ഈ മഹാമാരിയെ നമുക്ക് പ്രതിരോധിക്കാൻ, മറികടക്കാൻ. വളരെയധികം നന്ദി അഡ്വക്കേറ്റ് എസ് സുരേഷ്, അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദൻ, ഡോക്ടർ ഗഫൂർ. ഈ ചർച്ച ഇത്രയും ഗൗരവമുള്ളതാക്കിയതിന് ജനം ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നന്ദി, നമസ്തേ.